കഴിഞ്ഞ ദിവസം വിഷുവുമായി ബന്ധപ്പെട്ട് ചേർത്തലയിലെ ഒരു ഹോട്ടൽ മന്തി വിൽപ്പന നടത്തുന്നതിൽ വളരെ പ്രശസ്തമായ ഒരു ഹോട്ടൽ പുറത്തിറക്കിയ ഒരു പോസ്റ്റർ വലിയ രീതിയിൽ വിവാദമായിരുന്നു. ഇതിനകത്ത് ഉണ്ണിക്കണ്ണന്റെ ചിത്രം, അതിനു മുന്നിൽ ചിക്കൻ ബിരിയാണിയുടെ മുകളിൽ ചിക്കൻ ഫ്രൈ, അങ്ങനെയുള്ള ഒരു പോസ്റ്ററായിരുന്നു അത്. പ്രശസ്തരായ പലരും ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നു. ഹൈന്ദവ സംഘടനകൾ അവരുടെ പ്രതിഷേധം അറിയിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം ശശികല ടീച്ചർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതിനെപ്പറ്റി വിമർശിച്ചതിന് ശേഷം ഒരു കുറിപ്പ് കുറിച്ചിരിക്കുന്നു. ഇതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന് നേരെയുള്ള ഹിന്ദുവിന്റെ നിസ്സംഗതയാണ് ടീച്ചർ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം, ആ വാക്കുകളൊന്ന് വായിക്കാം. ഭക്തോത്തമനായ മഹാബലിയെ ഓണത്തിന് കോമാളിയാക്കി എഴുന്നള്ളിച്ച് നാം ഓണസങ്കല്പം തലകീഴാക്കി. വന്ന് കുടവയറൻ മാവേലി ബാറിൽ മദ്യം വിളമ്പുന്നു, ഹോട്ടലിൽ മന്തി വിളമ്പുന്നു, എയർപോർട്ടിൽ അതിഥികളെ സ്വീകരിക്കുന്നു. അങ്ങനെ മുപ്പാരും ഭരിച്ച ചക്രവർത്തിക്കാണ് ഈ ഗതി. മഹാവിഷ്ണു കാവൽ നിൽക്കുന്ന ഭക്തനാണ് ഈ വിധി. മഹാബലിയുടെ കുടവയറും താങ്ങി സമാജം നീങ്ങിയപ്പോൾ തിരുവോണത്തിന് അവതരിപ്പിച്ച വാമനനെ നാം മറന്നു. ഇനി വിഷുവും നശിപ്പിക്കരുതേ എന്ന അപേക്ഷയാണ് ഹോട്ടലിൽ ചോറും മീനും വിളമ്പുന്ന കൃഷ്ണനെ ഈ വർഷം നമ്മൾ കണ്ടു. പുതുതായി ഇറങ്ങിയ വലിയ ചാനൽ വിഷു പ്രോഗ്രാമായി കൃഷ്ണനെ വെടിവേഷം കെട്ടിച്ചതും കണ്ടു. നമുക്ക് വിഷുവിന് കൃഷ്ണനെ കണി കാണാം, കൃഷ്ണ ക്ഷേത്രങ്ങളിൽ ദർശനവും നടത്താം. അല്ലാതെ കൃഷ്ണനെ സപ്ലയർ ആക്കരുത്. അത് ഹിന്ദുവായാലും അഹിന്ദുവായാലും തല്ലുകൊള്ളിത്തരമാണ് എന്ന് പറയാതെ വയ്യ. മന്തിക്കാരന്മാർ ചെയ്ത അതേ തെമ്മാടിത്തമാണ് ഇവരും ചെയ്യുന്നത്. മതവികാരങ്ങൾ മാന്തി പുണ്ണാക്കരുത്. അതെ, ഇത് ഓരോ ഹിന്ദുവിനുമുള്ള, ആചാരങ്ങളെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്.